ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇതാക്കുന്ന ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകി. പിന്നെ വൈകിയാൽ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെയൊക്കെ. പിന്നെ രാവിലെ തന്നെ തിരക്കും, പിന്നെ മക്കളെ പറഞ്ഞേക്കും തിരക്കും, അതേപോലെ ചക്കരക്ക് ഉച്ചയ്ക്ക് ശേഷം ചക്കരയായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ മനുഷ്യട്ടൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ കൂടിന്റെ ആ ഒരു ഭാഗമൊക്കെ നിലയെ അടിച്ചു വേണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ രാവിലെ അതൊക്കെ അടിക്കുന്ന ഒരു തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ അതല്ല, ഇന്ന് ചെറുതായിട്ട് പുറത്തേക്ക് പോകാൻ നമ്മളെ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അമ്പലത്തിൽ പരിപാടിയിലൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് അവിടെ വരെ ഒന്ന് പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മളെ കോയിലൊക്കെ തുറന്ന് നമ്മൾ ഈ ഒരു വലന്റെ ഉള്ളിൽ ഇട്ടിട്ട് പോകാനായിട്ട് വിചാരിക്കുന്നത്. എന്തെന്നാ എങ്ങനെയാ ഒന്നും ഓർമ്മല്ല, ഇനി ഉടുമ്പ് വരുമോ ഒന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും കോഴികൾക്ക് ഇതിന്റെ ഉള്ളിൽ പിന്നെ ഇന്നലെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കോഴിനെ ഇപ്പൊ അയച്ചു വിട്ടാണോ വളർത്തുന്നതെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ കുറച്ചു നേരം പിന്നെ ഇതിന്റെ ഉള്ളിലിടും, കുറച്ചു നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് അയച്ചു വിടും, അങ്ങനെയൊക്കെയാട്ടോ. അപ്പൊ എപ്പോഴും നമ്മൾ വലന്റെ ഉള്ളിൽ തന്നെ ഇടുന്നൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഞാനിങ്ങനെ പോവാനുള്ളത് കൊണ്ടാട്ടോ. ഇന്ന് ഞാൻ കുറച്ച് തീറ്റയൊക്കെ അധികം ഉണ്ടാക്കണം. ഇവിടെ നല്ല തണലുണ്ട്. അപ്പൊ കുറച്ച് തീറ്റ അധികം ഉണ്ടാക്കി നമ്മൾ ഈ ഒരു വലന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവർക്കുള്ള ഫുഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ, വെള്ളവും ഫുഡൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പോയി വരുന്ന വരെയുള്ള ഫുഡ് എന്തായാലും വെള്ളം ഇനി എന്തായാലും വൈകുന്നേരം വരുള്ളൂ. അപ്പൊ വൈകുന്നേരം വരുന്ന വരെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കോഴികൾക്ക് കൊടുത്തിട്ടാട്ടോ പോണത്. വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പോണത്. പിന്നെ ഞാൻ ഇതിന്റെ മുമ്പേ ഒന്ന് പുറത്തേക്ക് പോയ സമയത്ത് വെറുതെ ഞാൻ നമ്മളൊരു ഇല പറിച്ച്, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പൊതുവേ ഞാനിവിടെ സെപ്പറേറ്റ് പപ്പായുടെ ഇലയൊക്കെ മുരുകന്റെ ഇലയൊക്കെ വെറുതെ ഇങ്ങനെ കെട്ടി കൊടുക്കാറൊന്നുമില്ല. കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് കെട്ടി കൊടുക്കുക. പിന്നെ ഞാൻ മിക്സിയിലൊക്കെ ഇട്ടിട്ട് അരച്ച് തവിടിലൊക്കെ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ വെറുതെ ആ ഒരു ഇല ഞാൻ കാണിച്ചു തരാം. അത് വെറുതെ ഒരു ആ ഇല കണ്ടപ്പോ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ ആടിനൊക്കെ എടുക്കൂല, അതേപോലെ ഇങ്ങനെ എടുത്ത് ഞാൻ കൂട്ടിന്റെ വെറുതെ ഇവിടെ വെച്ചായിരുന്നു. ഞാൻ വരുമ്പോഴേക്ക് അതൊന്നും കാണാൻ തന്നെയല്ല, അതിന്റെ ഒരു വള്ളികൾ മാത്രം ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഞാൻ കുറച്ചൊന്ന് പറിച്ച് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോ എന്തായാലന്നല്ലേ, ഇതാ നമ്മളെ തൊട്ട് ആ ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പയറിന്റെ ഇല എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, ഈ ഒരു ഇലല്ലേ, കാണുന്നുണ്ടോ? ക്ലിയർ ആയി കാണുന്നുണ്ടോ? ഈ ഒരു ഇല കേട്ടോ, ഈ ഒരു വള്ളി പോലെ. ഇത് നമ്മളെ വീടിന്റെ അവിടെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പിന്നെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാനിങ്ങനെ അന്ന് വെറുതെ ഇങ്ങനെ പറിച്ചിട്ട്, ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ അധികം ഇങ്ങനെ തൂങ്ങി നിൽക്കാതെ ഇങ്ങനെ, ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെറുതെ കൊണ്ടുപോയി ഇങ്ങനെ തൂക്കി വെച്ചായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചധികം പറിച്ചിട്ട് കോഴിക്കൂടിന്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ അവര് കഴിച്ചോളല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ എന്തായാലും ഇത് ഞാൻ കുറച്ച് പറക്കട്ടെ. നല്ല വെയിൽ കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്, അത്യാവശ്യം ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു പയറ്. അപ്പൊ എന്തായാലും കുറച്ച് ഇത് മതി വിചാരിക്കുന്നില്ല, ഇതന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമ്മളെ ഈ വലന്റെ ഉള്ളിലൊക്കെ ഇട്ട് വളർത്തുന്നവർക്ക്, കോഴികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇലയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. ഇത് ഞാൻ സത്യം പറഞ്ഞത് നമ്മുടെ കോഴികൾ ആദ്യമായിട്ടാട്ടോ ഞാനിത് അതേപോലെ ഇല വെച്ച് കെട്ടി വെറുതെ വെച്ച് കെട്ടി കൊടുത്താണ്. പക്ഷെ അവർ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നും കൂടി നോക്കട്ടെ, ഇത് കഴിക്കാൻ നോക്കട്ടെ കേട്ടോ. സാധാരണ നമ്മളെ കോഴികൾ വെറുതെ ഇങ്ങനെ കൊത്തി കഴിക്കുന്ന കാണാനുണ്ട്. പക്ഷെ ഇങ്ങനെ ഞാൻ കൂട്ടിലൊന്നും ഇങ്ങനെ വലന്റെ ഉള്ളിലൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാറില്ല കേട്ടോ. അപ്പൊ എന്തായാലും നോക്കാം. അപ്പൊ എന്തായാലും ഇത് ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പൊ നാളെ നമ്മളെ അമ്പലത്തിൽ അവിടെ പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വീഡിയോ വരാൻ ചാൻസ് കുറവാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നോക്കട്ടെ നമ്മൾ എന്തെന്നാന്നുള്ളത്. ഇത് പെട്ടെന്ന് തിരക്ക് പിടിച്ചൊരു വീഡിയോ ആയി പോയിട്ടോ. പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രഹ്മക്കോഴിയുടെ മുട്ടയുണ്ടോന്നൊക്കെ. അപ്പൊ ഇല്ല കേട്ടോ. പിന്നെ നമ്മള് കോഴികളെ ഞാൻ പറഞ്ഞല്ലോ വലന്റെ ഉള്ളിലിട്ട് വളർത്തലുണ്ട്, പിന്നെ നമ്മൾ പുറത്തേക്ക് അയച്ചു വിടലുണ്ട്, രണ്ടും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നാടൻ കോഴിയാണല്ലോ. അപ്പൊ ഇതേപോലെ പോകാനൊക്കെ ഒരു പോകാൻ നമ്മളെ കോഴികളെ തുറന്നു വിട്ടൊക്കെ പോകാനും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ വലന്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് പോകാം. പിന്നെ ഇല അധികം ഇങ്ങനെ നീളം കൂടാതെ ഇങ്ങനെ വള്ളി ഇങ്ങനെ ചുരുക്കി കെട്ടിയിട്ട് നമ്മളിങ്ങനെ കോർത്ത് കൊടുക്കട്ടെ ചെയ്യുന്നത്. അതാകുമ്പോ അവർക്ക് ഇങ്ങനെ കൊത്തി കഴിക്കാനും സുഖാണല്ലോ. അപ്പൊ നമ്മളെ വലിയ കോഴികളൊന്നും തുറന്നിട്ടില്ല കേട്ടോ, ഇവരെയൊക്കെ തുറക്കണം. അപ്പൊ നമ്മൾ ഇതാക്കുന്ന ഇവിടെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് വരുമ്പോ കാണാം. എന്തായാലും നമ്മളെ കോഴികളൊക്കെ തുറന്നിട്ടെ.
ഇതാക്കുന്ന കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു വോയിസ് സെപ്പറേറ്റ് ആയിട്ട് വിടുന്നത്. പിന്നെ ഇതിൻ്റെ മൈക്ക് ഓണല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഉച്ചത്തേക്ക് കുറച്ച് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പപ്പായൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലിയാട്ടോ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മിക്സിയിൽ വന്നിട്ട് വെള്ളം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താട്ടോ. പിന്നെ കുറച്ച് നമുക്ക് നോൽമ്പും കാര്യങ്ങളൊക്കെ കുറച്ച് ചോറൊക്കെ കറിയൊക്കെ ബാക്കി വരുന്നത്. അപ്പോൾ എന്തായാലും തലേന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കോഴികൾക്ക് നല്ല വിശേഷമായി. അപ്പോൾ എന്തായാലും കുറച്ച് കറിയും ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാക്കുന്ന ഈ ഒരു നമ്മളെ പപ്പായയുടെ തൊലിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തവിട് ഓൾറെഡി ഇവിടെ എപ്പോഴും സ്റ്റോക്കാണ്. അപ്പോൾ തവിടും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഭയങ്കര പൊടിയാട്ടോ, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. നമ്മളെ മൂക്കിലൊക്കെ കയറിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ചും കൂടി കഴിയുമ്പോഴായിരിക്കും ഈ ഒരു പൊടിയുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മളറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് പെട്ടെന്നൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ കോഴികൾക്ക് ഇനിയിപ്പോൾ വൈകുന്നേരമാണല്ലോ ഫുഡൊക്കെ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇതാക്കി നല്ലൊരു തീറ്റ ഉണ്ടാക്കി കൂട്ടിലിട്ട് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ അവർക്കിങ്ങനെ വെറുതെ ഇങ്ങനെ കൊത്തി കഴിക്കാനോ കുറച്ച് തവിടിൻ്റെ ഒരു പൊടിയൊക്കെ എന്തായാലും എന്തായാലും കുറച്ച് ഉണ്ടാവും അവർക്ക് കൊത്തി കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ഒന്നും മറന്നു പോയത്. അപ്പോൾ എന്തായാലും ഇതാക്കുന്ന നമ്മുടെ കോഴികളുടെ ഈ ഒരു തീറ്റയും കൂടി ഇതാക്കുന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതാക്കുന്ന ഞാൻ കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഭാഗത്ത് തന്നെ ഇട്ട് കൊടുക്കാതെ വേറെ ഭാഗത്തും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര സ്റ്റണ്ടാട്ടോ. പിന്നെ നമ്മളെ വലിൻ്റെ ഒരു ഭാഗം ഇതിലൊക്കെയൊക്കെ കൂടെ നമ്മുടെ കോഴികൾ ഇറങ്ങി പോകുന്നുണ്ട്. അത് ചെറിയ കോഴികളാട്ടോ ഇറങ്ങി പോകുന്ന അധികം. പിന്നെ നമ്മൾ തട്ടിക്കൂട്ടൽ വലയിടലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. ആദ്യമായി നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാലും മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ.